ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റിൻ്റെ അടുത്ത ഭാഗം നോക്കാം. പേജ് നമ്പർ 18. മാപ്പ് ഷോയിങ് ദി വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫറിക് പ്രഷർ യൂസിങ് ഐസോബാർസ് ഈസ് ഗീവൺ ബിലോ. ദി സിംബൽ എച്ച് റെപ്രസെൻറ്റ്സ് ഹൈ പ്രഷർ സെൻറ്റേഴ്സ് ആൻഡ് എൽ ലോ പ്രഷർ സെൻറ്റേഴ്സ്. ആഗോള മർദ്ദ വിതരണം കാണിക്കുന്ന സമമർദ്ദ രേഖ ഭൂപടം അഥവാ ഐസോബാർസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എച്ച് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹൈ പ്രഷർ സെൻറ്റേഴ്സ് അഥവാ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളെയും എൽ സൂചിപ്പിക്കുന്നത് ലോ പ്രഷർ സെൻറ്റേഴ്സ് അഥവാ ന്യൂനമർദ്ദ കേന്ദ്രങ്ങളെയുമാണ്. ഡൗൺലോഡ് ദി പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ മാപ്സ് ഓഫ് ഡിഫറെൻറ്റ് സീസൺസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ICT ആൻഡ് ഫെമിലറൈസ് ദി ഡിഫറൻസ് ഇൻ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ. വ്യത്യസ്ത ഋതുക്കളിലെ ആഗോള മർദ്ദ വിതരണ ഭൂപടങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് മർദ്ദ വിതരണ ക്രമത്തിലെ വ്യത്യാസം മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐസോബാർസ് എന്താണെന്ന്, സമമർദ്ദരേഖ ഭൂപടം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷ മർദ്ദത്തെ ഭൂപടങ്ങൾ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നതിനെയാണ് സമമർദ്ദ രേഖകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ആസ് വി നോ ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. Thus, the lowest atmospheric pressure might be experienced in the equatorial region and the highest might be in the polar regions. The pressure should therefore increase from the equator towards the poles, but actually this is not the case. Distinct pressure conditions prevail at certain specific zones due to the influence of the rotation of the earth. Different pressure belts are formed along certain specific ലാറ്റിറ്റ്യൂഡിനൽ സോൺസ്. ദീസ് ആർ കോൾഡ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. താപമർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണെന്ന് നമുക്കറിയാം അല്ലേ. പ്രഷർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഭൂമധ്യരേഖ പ്രദേശങ്ങളിലും ഇക്വട്ടോറിയൽ റീജിയണിലും ഏറ്റവും കൂടുതൽ ധ്രുവ പ്രദേശങ്ങളിലുമായിരിക്കും. അതായത് പോളാർ റീജിയൻസിലും ആയിരിക്കും. അതായത് അതായത് മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങൾക്ക് അഭിമുഖമായി മർദ്ദം ക്രമേണ കൂടി വരേണ്ടതുണ്ട്. എന്നാൽ സ്ഥിതി അതല്ല. ചിലയിടങ്ങളിൽ ഭൂഭ്രമണത്തിൻ്റെതായ, അതായത് ഭൂമിയുടെ ഭ്രമണം, റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, അതിൻ്റെ സ്വാധീനത്താൽ മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നുണ്ട്. ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് ലാറ്റിറ്റ്യൂഡിനൽ സോൺസ് കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദമേഖലകൾ പ്രഷർ ബെൽറ്റ്സ് രൂപപ്പെടുന്നുണ്ട്. ഇവയാണ് ആഗോള മർദ്ദ മേഖലകൾ അഥവാ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നു. ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇവയാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് അഥവാ ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പേജ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്, ആഗോള മർദ്ദ മേഖലകൾ. ഒബ്സർവ് ദി ഗീവൺ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദി മേജർ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ചിത്രം നിരീക്ഷിച്ചിട്ട് ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. സബ് പോളാർ ലോവസ്റ്റ് പ്രഷർ ബെൽറ്റ്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇതൊക്കെയാണ് ആഗോള മർദ്ദ മേഖലകൾ അഥവാ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. The expansion and rising up of air due to high temperature prevailing in the equatorial region is the cause for the formation of equatorial low pressure belts. This zone of vertical air currents is devoid of winds. Being the windless zone, this pressure belt is called doldrum. ഭൂമധ്യരേഖ പ്രദേശത്ത് ഉയർന്ന താപനില കാരണം, അതായത് ഇക്വട്ടോറിയൽ റീജിയനിലെ ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിച്ചുയരുന്നതാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളാൻ കാരണം. അതായത് ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ് രൂപം കൊള്ളാനുള്ള കാരണം ഇതാണ്. ലംബദിശയിൽ വായുപ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ, അതായത് ലംബദിശ സ്ട്രെയിറ്റ് ലൈൻ
വായുപ്രവാഹം ഉണ്ടാക്കുന്ന ഈ മേഖലയിൽ കാറ്റുകൾ വീശുന്നില്ല. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഈ മർദ്ദ മേഖലയെ നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന് വിളിക്കുന്നു. അപ്പോൾ കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിലാണ് ഈ മർദ്ദ മേഖലയെ നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് എന്ന് വിളിക്കുന്നത്. As we know, the atmospheric conditions along the poles are just opposite to that in equatorial region. Polar high pressure belts are formed as a result of the contraction and subsidence of cold air. മധ്യരേഖയിലേതിന് അതായത് ഇക്വട്ടോറിയൽ റീജിയന് വിപരീതമായിട്ടുള്ളൊരു അന്തരീക്ഷ സാഹചര്യമാണ് പോളാർ റീജിയനിൽ ഉള്ളത്. മധ്യരേഖയിലേതിന് വിപരീതമായിട്ടുള്ളൊരു അന്തരീക്ഷ സാഹചര്യമാണ് ധ്രുവങ്ങളിൽ ഉള്ളത്. വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിനാലാണ് പോളാർ ഹൈ പ്രഷർ ബെൽസ് അഥവാ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നത്. The rising warm air along the equatorial region moves polewards or upper air winds which at about 60 degree north and 60 degree south latitudes normally high pressure zones should be formed due to lower temperature conditions, but owing to the continuous throwing up of air along these regions caused by the influence of the rotation of the earth, subpolar low pressure belts are formed. ഏതാണ്ട് 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലകളിൽ അതായത് ലാറ്റിറ്റ്യൂഡ്സിൽ പൊതുവെ താപനില കുറവായതിനാൽ അവിടെ രൂപപ്പെടേണ്ടത് ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ്. അതായത് ഹൈ പ്രഷർ സോൺസ് ആണ് അവിടെ രൂപപ്പെടേണ്ടത്. പക്ഷേ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ സ്വാധീന ശക്തിയാൽ ഈ മേഖലയിൽ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിനാൽ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ അഥവാ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ് രൂപപ്പെടുന്നു. As the temperature conditions vary with apparent movement of the sun, the global pressure belts are subjected to relative shifts. Global pressure belts may shift to about 5 degree to 10 degree northwards during summer season and shift southwards during winter season. This shifting of global pressure belts has decisive influence on global climate. സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് താപ സാഹചര്യങ്ങൾ മാറുന്നതിനാൽ ആഗോള മർദ്ദ മേഖലകൾക്ക് ആപേക്ഷിക സ്ഥാനമാറ്റമുണ്ടാകുന്നു. ഉഷ്ണകാലത്ത് മർദ്ദ മേഖലകൾ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്കോട്ടും ശൈത്യകാലത്ത് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ തെക്കോട്ടും നീങ്ങുന്നു. ആഗോള മർദ്ദ മേഖലകൾക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം ആഗോള കാലാവസ്ഥയിൽ ഗ്ലോബൽ ക്ലൈമറ്റിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു. The pressure differences in the atmosphere are largely noticeable through air movements. There are two types of air movements in the atmosphere: air currents and windows. Air currents are the vertical movements of air and windows are the horizontal movements of air from high pressure areas to low pressure areas. Winds are different types varying from light breezes to devastating gales. അന്തരീക്ഷത്തിലെ മർദ്ദ വ്യത്യാസങ്ങൾ നമുക്ക് ഏറ്റവും അനുഭവപ്പെടുന്നത് വായു ചലനങ്ങളിലൂടെയാണ്. അന്തരീക്ഷത്തിലെ 2 തരത്തിലുള്ള വായു ചലനങ്ങളാണുള്ളത്. ലംബ ദിശയിലുണ്ടാകുന്ന വായുവിൻ്റെ ചലനങ്ങളെ എയർ കറന്റ് അഥവാ വായു പ്രവാഹങ്ങൾ എന്നും തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനത്തെ കാറ്റ് അഥവാ വിൻഡ് എന്നും വിളിക്കുന്നു. ഇലകൾ ഇളകിയാൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ വരെ അങ്ങനെ കാറ്റുകൾ വിവിധ തരത്തിലുണ്ട്. Winds are named according to the direction from the which they blow. For example, the winds blowing from the southwest are termed as southwest winds, and the winds blowing from the sea towards the land are termed as sea breezes. എവിടെ നിന്ന് കാറ്റ് വീശുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത്. ഉദാഹരണമായി തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന കാറ്റുകളെ
തെക്കു പടിഞ്ഞാറൻ കാറ്റുകളെന്നും കടലിൽ നിന്നും കരയിലേക്കുള്ള കാറ്റുകളെ കടൽ കാറ്റ് എന്നും വിളിക്കുന്നു. സീ ബ്രീസസ് എന്നും വിളിക്കുന്നു. വാട്ട് ഈസ് ദി നെയിം ഗീവൺ ടു ദി മൺസൂൺ വിൻഡ്സ് ബ്ലോയിങ് ടുവാർഡ്സ് ദി നോർത്ത് ഈസ്റ്റ് ഡിറക്ഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ മൺസൂൺ കാറ്റുകൾക്ക് ദിശയെ അടിസ്ഥാനമാക്കി പേര് നൽകിയിട്ടുള്ളത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ ദിശയിലേക്ക് വീശുന്ന മൺസൂൺ കാറ്റിനെ വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ പിൻവാങ്ങൽ മൺസൂൺ എന്നാണ് വിളിക്കുന്നത്. One of the major factors influencing the direction of winds is the Coriolis force. You have learned about Coriolis force in your earlier classes. What is Coriolis force? അതായത് കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കോറിയോലിസ് ബലമാണ്. കോറിയോലിസ് ബലത്തെ പറ്റി നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് കോറിയോലിസ് ബലം? എന്താണ് കോറിയോലിസ് ബലം? ഭൗമോപരിതലത്തിൽ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ദിശാവ്യതിയാനത്തിന് കാരണമാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. Owing to the Coriolis effect, the winds will deflect towards the right of its direction in the northern hemisphere and towards the left of its direction in the southern hemisphere. കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിലെ കാറ്റുകൾ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റുകളൊക്കെ സഞ്ചാര ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ അഥവാ സൗത്തേൺ ഹെമിസ്ഫിയറിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടുമാണ് വ്യതിചലിക്കുന്നത്. ദി സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് മെയിൻലി ബൈ ടു ഫാക്ടേഴ്സ്. കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. ഒന്ന് പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. മർദ്ദ ചരിവ് ബലം ആൻഡ് ഘർഷണ ബലം. Pressure gradient is the change in pressure over a horizontal distance. If there is considerable change in pressure between nearby places, it indicates high pressure gradient. If there is no considerable difference of pressure over horizontal distance, pressure gradient is said to be low. At places where there is high pressure gradient, winds will be strong. തിരശ്ചീന തലത്തിലെ മർദ്ദത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ് അഥവാ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. മർദ്ദവ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വായുവിൻ്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണ് മർദ്ദചരിവ് ബലം അഥവാ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസമാണുള്ളതെങ്കിൽ മർദ്ദചരിവ് കൂടുതലെന്നും, തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ മർദ്ദചരിവ് കുറവെന്നും കണക്കാക്കുന്നു. മർദ്ദചരിവ് കൂടിയിടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. Analyze the patterns of isobars given below and find out where the winds are strong. ചുവടെ നൽകിയിട്ടുള്ള ചിത്രങ്ങളിലെ സമമർദ്ദ രേഖകൾ അഥവാ ഐസോബാർസ് വിശകലനം ചെയ്തിട്ട് കാറ്റിൻ്റെ വേഗത എവിടെയാണ് കൂടുതലെന്ന് കണ്ടെത്തുക. പ്രഷർ ഗ്രേഡിയൻസ് അഥവാ മർദ്ദചരിവ് കൂടിയ ഇടങ്ങളിലായിരിക്കും കാറ്റ് ശക്തമായിരിക്കുന്നത്. The friction caused by hills, mountains, forests and man-made structures will obstruct the free flow of winds. കുന്നുകളും മലകളും മരങ്ങളും മനുഷ്യനിർമ്മിതികളും ഒക്കെ ഉയർത്തുന്ന ഘർഷണം മൂലം, അതായത് ഫ്രിക്ഷൻ മൂലം കാറ്റിൻ്റെ സുഗമമായ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. Winds are comparatively stronger over oceans than over continents. Why? വൻകരകളെ അപേക്ഷിച്ച് സമുദ്രോപരിതലത്തിൽ കാറ്റ് ശക്തമാകാൻ കാരണമെന്താണ്? എന്താണ് കാരണം? സമുദ്രോപരിതലത്തിലെ താപനില മാറ്റം കുറവാണ്. കരഭൂമിയിലാണെങ്കിലോ താപനിലയിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് കാറ്റിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ട്. സമുദ്രത്തിലെ കാറ്റുകൾക്ക് താഴ്ന്ന നിലയിലുള്ള മർദ്ദവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനാൽ കൂടുതൽ ശക്തിയോടെ സഞ്ചരിക്കുന്നു.
Anemometer and wind vane. Anemometer, wind vane. Anemometer is the instrument used to measure the speed of wind. The distance travelled by wind per hour can be estimated using this instrument. Wind vane is the instrument which indicates the direction of wind. അതായത് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വിൻഡ് വെയിൻ എന്താണ്? കാറ്റിൻ്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. Now you might have understood how the winds are formed and also have familiarized the factors influencing the speed and direction of wind. Let's go through the different types of winds. കാറ്റുണ്ടാക്കുന്നത് എങ്ങനെയെന്നും കാറ്റിൻ്റെ വേഗതയും ദിശയെയും സ്വാധീനിക്കുന്നത് എന്തെല്ലാമാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വിവിധ തരം കാറ്റുകൾ പരിചയപ്പെടാം. ചാർട്ട് നിരീക്ഷിച്ചിട്ട് കാറ്റുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പെർമനന്റ് വിൻസ് അഥവാ സ്ഥിരവാദങ്ങൾ, പീരിയോഡിക് വിൻസ് കാലികവാദങ്ങൾ, ലോക്കൽ വിൻസ് പ്രാദേശിക വാദങ്ങൾ, വേരിയബിൾ വിൻസ് അസ്ഥിരവാദങ്ങൾ. പെർമനന്റ് വിൻസ് എന്താണെന്ന് നോക്കാം. The winds blowing constantly over a particular direction throughout the year are called permanent winds. These winds are also known as prevailing winds or planetary winds. These winds blow between global pressure belts. Trade winds, westerlies and polar winds are the major permanent winds. അതായത് സ്ഥിരവാദങ്ങൾ അഥവാ പെർമനന്റ് വിൻസ് എന്ന് പറഞ്ഞാൽ വർഷം മുഴുവനും ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അഥവാ പെർമനന്റ് വിൻസ് എന്ന് അറിയപ്പെടുന്നത്. നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നീ പേരുകളിലും അഥവാ പ്രിവൈലിംഗ് വിൻസ് ആൻഡ് പ്ലാനറ്ററി വിൻസ് എന്ന പേരിലും ഈ സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ് പ്രധാന സ്ഥിരവാദങ്ങൾ അഥവാ പെർമനന്റ്. ട്രേഡ് വിൻസ്, വെസ്റ്റർലൈസ് ആൻഡ് പോളാർ വിൻസ് തുടങ്ങിയവയാണ് പ്രധാന സ്ഥിരവാദങ്ങൾ അഥവാ പെർമനന്റ് വിൻസ്. Observe the diagram and identify the pressure belts between which each of these permanent winds blow. Make use of the diagram showing the global pressure belts also. ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് ഏതൊക്കെ മർദ്ദമേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ ഓരോന്നും വീശുന്നത് എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കണം. ആഗോള മർദ്ദ മേഖലകൾ കാണിക്കുന്ന ചിത്രം കൂടി ഉപയോഗപ്പെടുത്തണം. പോളാർ വിൻസ് 60 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് വീശുന്നു. വെസ്റ്റർലൈസ് 30 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളിൽ നിന്ന് 60 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളിലേക്ക് വീശുന്നു. ട്രേഡ് വിൻസ് 30 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്നു. പെർമനന്റ് വിൻസ്, പ്രഷർ ബെൽറ്റ്സ് അതായത് സ്ഥിരവാദങ്ങളും മർദ്ദ മേഖലകളും. ട്രേഡ് വിൻസ് എഴുതിയിട്ടുണ്ട്. ഫ്രം ദി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് ടു ദി ഇക്വട്ടോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. ഇനി നെക്സ്റ്റ് പോളാർ വിൻസ്. പോളാർ വിൻസ് ബ്ലോ ഫ്രം 60 ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് ടു ദി പോൾസ്. 60 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് വീശുന്നു. നെക്സ്റ്റ് വെസ്റ്റർലൈസ് ബ്ലോ ഫ്രം 30 ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് ടു 60 ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. 30 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളിൽ നിന്ന് 60 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളിലേക്ക് വീശുന്നു. ട്രേഡ് വിൻസ് ആർ നോർത്ത് ഈസ്റ്റർലൈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ആർ സൗത്ത് ഈസ്റ്റർലൈസ് ഇൻ ദി സൗത്തേൺ ഹെമിസ്ഫിയർ. വൈ? വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്കൻ കാറ്റുകളായി ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ കാറ്റുകളായി വീശുന്നു. കാരണം എന്താണ്? അതിൻ്റെ കാരണം കോറിയോസിസ് ഫോഴ്സാണ്. ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടാകുന്ന ഒരു പ്രോസസ്സിംഗ് ആണിത്. ഇത് കാറ്റിൻ്റെ ദിശയെ മാറ്റാൻ സഹായിക്കുന്നു. വെസ്റ്റർലൈസ് ആർ കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ഇൻ ദി സൗത്തേൺ ഹെമിസ്ഫിയർ ദാൻ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. വൈ? ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഭൂഖണ്ഡങ്ങളുടെ വലിയ വിസ്തൃതിയാണ് ഇതിന് കാരണം. ഭൂഖണ്ഡത്തിലെ താപനില വ്യത്യാസങ്ങളൊക്കെ കാരണം കൂടുതൽ ശക്തമായി രൂപപ്പെടുന്നു.
ITCZ എന്താണെന്ന് നോക്കാം. ദി ഇക്വട്ടോറിയൽ ലോ പ്രഷർ റീജിയൻ വെയർ ദി ട്രേഡ് വിൻഡ്സ് ഫ്രം ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദി സൗത്തേൺ ഹെമിസ്ഫിയർ converge is known as intertropical convergence zone. ITCZ. ITCZ shifts with the apparent movement of the sun. അതായത് ഉത്തര ദക്ഷിണാർത്ഥ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ പ്രദേശത്തെ ഇന്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ എന്നാണ് വിളിക്കുന്നത്. സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് ITCZന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും സൗത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നുമുള്ള ട്രേഡ് വിൻഡ്സ് സംഗമിക്കുന്ന ഇക്വട്ടോറിയൽ ലോ പ്രഷർ റീജിയണിനെയാണ് ITCZ എന്ന് വിളിക്കുന്നത്, അഥവാ ഇന്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ. നെക്സ്റ്റ്, പീരിയോഡിക് വിൻഡ്സ്, കാലിക വാദങ്ങൾ. വിൻഡ്സ് സബ്ജക്റ്റഡ് ടു ദി പീരിയോഡിക് റിവേഴ്സൽ ഓഫ് ദയർ ഡയറക്ഷൻ ആർ ടേംഡ് ആസ് പീരിയോഡിക് വിൻഡ്സ്. Diurnal winds such as the land breezes, sea breezes, mountain breezes and valley breezes as well as the monsoon winds which repeat on summer and winter are periodic winds. അതായത് നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതി മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ അഥവാ പീരിയോഡിക് വിൻഡ്സ് എന്ന് പറയുന്നത്. ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശിക വാദങ്ങളായ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണശൈത്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലിക വാദങ്ങളിൽ പെടുന്നു, പീരിയോഡിക് വിൻഡ്സിൽ പെടുന്നു. ലാൻഡ് ബ്രീസസ് ആൻഡ് സീ ബ്രീസസ്, കടൽക്കാറ്റും കരക്കാറ്റും. You have learned about the formation of land breezes and sea breezes in the previous class. കടൽക്കാറ്റുകളും കരക്കാറ്റുകളും രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. Illustrate the land breezes and sea breezes and write a note on their formation in your notebook. കടൽക്കാറ്റും കരക്കാറ്റും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച് ഈ കാറ്റുകളുടെ രൂപീകരണത്തെ പറ്റി കുറിപ്പെഴുതുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.